ലഹരിക്കെതിരെ ബി.ജെ.പി. പ്രവർത്തകർ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിന് മുന്നിലേക്കായിരുന്നു മാർച്ച്. അല്ലപ്ര കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്നു. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട, കൗമാര മനസ്സിനെ സംരക്ഷിച്ചിടാം എന്ന മുദ്രാവാക്യവുമായി ബി.ജെ.പി. പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. അല്ലപ്ര ജംഗ്ഷനിൽ നിന്നും പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിന് മുന്നിലേക്കായിരുന്നു നൈറ്റ് മാർച്ച്. മാധ്യമങ്ങളിലൂടെ നാം കേട്ടറിഞ്ഞവരാണ്. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ അയൽ വീടുകളിൽ പോലും കടന്നു ചെന്നുകൊണ്ട് അതിക്രൂരമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടത്തുകയാണ്. അറുതിയില്ലാതെ തുടരുന്ന കൊലപാതകങ്ങളും ക്രൂരമായ ആക്രമണങ്ങളും ദിനംപ്രതി നമ്മുടെ ഉറക്കം കെടുത്തുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ നാടിന്റെ മടിത്തട്ടിൽ ലഹരിയുടെ വിൽപ്പന നിർബാധ ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം N.P. ശങ്കരൻകുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഹോട്ടലിന്റെ ഉടമ ജോർജിന് ഒരു മോഹം ആ കുട്ടികൾക്ക് മനസ്സിലായി. അവര് കാറെടുത്ത് നേരെ പോന്നു. പുറകെ ഈയൊരു കാറും കൊണ്ടുപോയി വൈറ്റില വെച്ച് ആ കാറ് ആക്സിഡന്റ് ആയി 2 പെൺകുട്ടികളും മരിച്ചു. പറക്കമുറ്റാത്ത മിസ് കേരള ഫസ്റ്റ് റണ്ണറപ്പ് പത്രത്തിലുണ്ടായിരുന്നു. വയനാട്ട് ജോർജിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് പോലീസുകാര് വളരെ വ്യക്തമായിട്ടൊരു കേസെടുത്ത് കൽത്തുറങ്കിൽ കയ്യാമം വച്ച് അടയ്ക്കാനായിട്ട് തയ്യാറായില്ല. സുഹൃത്തുക്കളെ, ലഹരി മാഫിയയ്ക്ക് ഒത്തുകളിക്കുന്നു. ആന്റണി രാജു എന്ന ഒരു മന്ത്രി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പണ്ട് ഉണ്ട വിഴുങ്ങി വക്കീലെന്ന് കേട്ടിട്ടുണ്ട്. ഷട്ട് വിഴുങ്ങി വക്കീല് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ആന്റണി രാജുവാണ്. എന്താ? സമാപന സമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ കേരളം കാണുന്ന ഏറ്റവും ഭയാനകമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ അവസ്ഥ, ഈ ലഹരി മാഫിയകൾ ഇവിടുത്തെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഇടതു വലതു മുന്നണികൾക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ഈ മാർച്ച്. കഴിഞ്ഞ നിയമസഭാ യോഗത്തിൽ പോലും ഇത്തരത്തിലുള്ള ലഹരി കടത്തിനും അതുപോലെ തന്നെ ലഹരി വിൽപ്പന, കോളേജുകളിൽ ലഹരി വിൽപ്പനയൊക്കെ നടത്തി പിടിക്കപ്പെട്ടിട്ടുള്ളവർ മുഴുവനും ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ CPM-ൻ്റെയും ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ പിടിക്കപ്പെടുന്ന അതേ നിമിഷം തന്നെ പുറത്തു വരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? അപ്പോൾ ഇവിടെ ഈ ഇതുപോലുള്ള യുവ തലമുറയെ നശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ലഹരി മാഫിയ സംഘം ഈ കേരളത്തിൻ്റെ മണ്ണിൽ മുന്നോട്ട് പോകുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ അവരുടെ പ്രവർത്തനങ്ങളെ അവർ നിയന്ത്രിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ നിയമം അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ്. ബി.ജെ.പി. പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ലിഷ രാജേഷ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീ അജിൽകുമാർ മനയത്ത്, അഡ്വക്കേറ്റ് സജീവ് P. മേനോൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സലി PR, മധുസൂദനൻ പിള്ള, മണ്ഡലം സെക്രട്ടറി ശ്രീജിത്ത് രാജൻ, പഞ്ചായത്ത് മുനിസിപ്പൽ നേതാക്കൾ, പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.